വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. പാലത്തായി പോക്സോ കേസിൽ ബി.ജെ.പി. നേതാവും അധ്യാപകനുമായ കുനിയിൽ പത്മരാജന് ജീവപര്യന്തം. തലശ്ശേരി ജില്ലാ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 10 വയസ്സുകാരിയായ വിദ്യാർത്ഥിയെ സ്കൂൾ ശുചിമുറിയിൽ 3 തവണ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. വിജേഷ് ഗോവിന്ദൻ വിശദമായ വിവരങ്ങൾ നൽകും. പാലത്തായി പീഡനക്കേസിൽ പ്രതി കെ പത്മരാജനെ തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ഇന്ന് ജീവപര്യന്തം തടവും അതുപോലെ തന്നെ 2 കേസുകളിലായിട്ട് 2 പോക്സോ വകുപ്പുകൾ പ്രകാരം 20 വർഷം വീതമുള്ള 2 കഠിന തടവുമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 2 ലക്ഷത്തോളം രൂപ പിഴയും അടക്കുന്നതിനുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ആദ്യം ഈ 2 പോക്സോ കേസുകളിലുള്ള 20 വർഷം വീതമുള്ള കഠിന തടവ് ആദ്യം അനുഭവിക്കണം. അത് കഴിഞ്ഞ് വേണം 40 വർഷത്തെ ജീവപര്യന്തം തടവ്, ബലാത്സംഗ കേസിലുള്ള 40 വർഷത്തെ ജീവപര്യന്തം തടവ് അനുഭവിക്കാനുള്ളത്. ഇങ്ങനെ വരുമ്പോൾ ഇനിയുള്ള കാലം മുഴുവൻ ജയിലിനകത്ത് പത്മരാജൻ കഴിയേണ്ട ഒരു സാഹചര്യമാണ് വരിക. ഈ കേസിനെ ദുർബലപ്പെടുത്തുന്നതിനുള്ള പല നീക്കങ്ങളും അന്വേഷണത്തിന്റെ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്നു. തെളിവുകളില്ല എന്നുള്ളത് ഉൾപ്പെടെ പറഞ്ഞു. പിന്നീട് ക്രൈംബ്രാഞ്ച് വന്നപ്പോൾ അതിനകത്ത് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഇടക്കാല കുറ്റപത്രം നൽകി. ആ കുറ്റപത്രത്തെ ഒഴിവാക്കിക്കൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം, ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം അതിനകത്ത് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് 2021 മെയ് മാസം കുറ്റപത്രം സമർപ്പിച്ചത്. ആ കുറ്റപത്രത്തിൽ 2024 ഫെബ്രുവരി മാസം മുതൽ വിചാരണ ആരംഭിച്ചു. പെൺകുട്ടി അതിജീവിതയും അതെന്റെ സുഹൃത്തായിട്ടുള്ള കുട്ടിയും ഒപ്പം പ്രധാന അധ്യാപകനും ഉൾപ്പെടെ 40ഓളം സാക്ഷികളെ വിസ്തരിച്ചു. 77ഓളം തെളിവുകൾ ഈ പ്രോസിക്യൂഷൻ ഇതിനുവേണ്ടി ഹാജരാക്കിയിരുന്നു. ഒപ്പം തന്നെ 14ഓളം തൊണ്ടിമുതലുകളും. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ തലശ്ശേരി ജില്ലാ പോക്സോ കോടതി ഈ കേസിനകത്ത് വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ ഈ കുറ്റക്കാരനായിട്ടുള്ള അധ്യാപകൻ കെ പത്മരാജൻ ഈ കേസിനകത്ത് കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് പോക്സോ കോടതി ഇന്നലെ തന്നെ വിധി പ്രസ്താവിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഇന്നാണ് ഇതിനകത്ത് ഇപ്പോൾ ഈ പറയുന്ന ജീവപര്യന്തം ഒപ്പം തന്നെ 40 വർഷത്തെ കഠിന തടവ് ഉൾപ്പെടെയുള്ള ശിക്ഷകൾ വിധിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ഈ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ കോടതി ഇടപെട്ട് കോടതിയിൽ പോയി കെ പത്മരാജൻ ജാമ്യം നേടിയിരുന്നു. അങ്ങനെ പുറത്തിറങ്ങിയ പത്മരാജൻ ഇന്നലെ ഈ കേസിനകത്ത് കുറ്റക്കാരനാണെന്ന് ജില്ലാ പോക്സോ കോടതി വിധിച്ചതിന് പിന്നാലെ തലശ്ശേരി സബ് ജയിലിലാണ് ഇന്നലെ രാത്രി കഴിഞ്ഞത്. ഇനിയിപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പത്മരാജനെ മാറ്റും. ഏതായാലും ഈ കേസിനകത്ത് നിർണായകമായ ഇടപെടൽ നടത്തിയത് പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘമാണ് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തുന്നതിനുള്ള തെളിവുകൾ കണ്ടുപിടിച്ചതും അത് ഉൾപ്പെടെയുള്ള കുറ്റപത്രങ്ങൾ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കേസിനകത്ത് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ ഇത്തരത്തിലുള്ള അധ്യാപകർ കുട്ടികളെടുത്ത് മോശമായി പെരുമാറുന്നതും അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം നടത്തുന്നതും തടയുന്നത് ഒരു പര്യാപ്തമാകുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് പാലത്തായി കേസിലുണ്ടായത് എന്നുള്ളതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഒപ്പം തന്നെ 5 വർഷത്തോളം ഈ കുട്ടിയും 10 വയസ്സുകാരിയായ കുട്ടിയും കുടുംബവും അനുഭവിച്ച വേദനകൾക്ക് ഒരളവോളം പരിഹാരമാകുന്നുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ വിധിന്യായത്തിൽ പോക്സോ കോടതി പറഞ്ഞ മറ്റൊരു കാര്യം കുട്ടിക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്. അതിനുവേണ്ടി ജില്ലാ ലീഗൽ അതോറിറ്റിയെയും കോടതി ഇന്ന് അതിന് വേണ്ടിയുള്ള നിർദ്ദേശം ജില്ലാ ലീഗൽ അതോറിറ്റിക്ക് ഇന്ന് കോടതി സമർപ്പിച്ചിട്ടുമുണ്ട്. വിജേഷ് ഗോവിന്ദനാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.